ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമിയസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ട് ഇതുപോലൊരു ചിക്കൻ പെരട്ടൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചിക്കൻ പെരട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 3/4 കിലോ അളവിൽ ചിക്കൻ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിനാണ് കേട്ടോ ഓരോ ചിക്കൻ പീസ് ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങിയാൽ പിന്നെ വേണ്ടത് 3 ഗ്രാമ്പു, 3 ഏലക്ക, ചെറിയ പീസ് അളവിൽ 2 കറുവാപ്പട്ടയും ചേർക്കുകയാണ്. ഇത്രയും ചേർത്ത് ലൈറ്റായിട്ട് മാത്രം ഒന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇനി വേണ്ടത് മീഡിയം സൈസിൽ ചെറിയൊരു പീസ് ഇഞ്ചിയും 5 വെളുത്തുള്ളി അലിയും 2 പച്ചമുളകും ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്, അത് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാൻ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കൂടെ 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ കുരുമുളക് പൊടിച്ചതും കൂടി. അപ്പോൾ നമ്മൾ ഈ കുരുമുളക് ചേർക്കുന്നതിൻ്റെ പേരിലാണ് മുളക് പൊടിയുടെ അളവൊന്ന് കുറച്ചിട്ടുള്ളത്. ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി, 1/2 ടീസ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി. അപ്പോൾ ഇത്രയും മസാലകളും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം മസാല ചേർത്ത് വഴറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ആദ്യം നമ്മൾ മസാല നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരല്പസമയം ഒന്ന് വറുത്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ മസാലയുടെ നല്ലൊരു ഫ്ലേവർ എല്ലാം വന്ന് തുടങ്ങും. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ മസാലയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ്. 3 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങിയാൽ മാത്രം മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റി അത് കുഴഞ്ഞു പോകണം എന്നുള്ള ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് ചൂടായി ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാവുന്നതാണ്. ചിക്കനും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. വളരെ രുചികരമായിട്ടാണ് നമ്മുടെ ഈ ചിക്കൻ പെരട്ട് നമുക്ക് കിട്ടുന്നത്. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഏകദേശം ഒന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനിലുള്ള ഏകദേശം വെള്ളമെല്ലാം ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് കറിവേപ്പില, കൂടെ തന്നെ നമ്മുടെ ഈ ചിക്കനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഒരു 1/4 കപ്പ് അളവിൽ കൂടി വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം. ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് നമുക്കൊരു 10-15 മിനിറ്റോളം നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അതായത് ഈ കംപ്ലീറ്റ് വെള്ളവും വറ്റിച്ച് നന്നായിട്ടൊന്ന് പെരട്ടി വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അടുക്കി പിടിക്കും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴത്തേക്കും നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ പെരട്ടെല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ആ ഗ്രേവിയെല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റിൽ നമുക്ക് വേണ്ടത് ഒരല്പം കറിവേപ്പില, കൂടെ തന്നെ ഒരു പകുതി സവാള ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ സവാളയെ നമ്മൾ ലാസ്റ്റ് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇനി വേണ്ടത് പകുതി നാരങ്ങയുടെ ജ്യൂസും കൂടിയാണ്. കാരണം നമ്മളിതിലേക്ക് തക്കാളി ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ചിക്കന് ആവശ്യമായിട്ടുള്ള പുളി നമ്മൾ നാരങ്ങ നീരിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഇത്രയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും ഈ ചിക്കൻ പെരട്ട് ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒരു ചിക്കൻ പെരട്ട് തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്.
എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.